ഇന്നലെ ഒരു ദിവസം കൊണ്ട് എന്ന് പറഞ്ഞ രേണു സുധീന്റെ അടപ്പ് തള്ളിപ്പോയി എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അത്രത്തോളം അവർ സമൂഹത്തിലങ്ങ് നെഗറ്റീവായി പോയി എന്നുള്ളതാണ്. അതായത് അവർ ഇഷ്ടപ്പെടുന്നവർ വരെ ഒരുപക്ഷെ തള്ളിക്കളയുന്ന ആ രൂപത്തിലേക്ക് എത്തിയതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെയാണ്, വേറെ ആരുമല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സുധിയുടെ ആത്മാവിന്റെ ആ ഒരു ഇത് തന്നെയാണ്. കാരണം ആ ഒരു വീട് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലസുധിയുടെ മക്കൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ കൊല്ലസുധിയുടെ മക്കൾക്ക് താമസിക്കാന്ന് പറഞ്ഞാൽ കൊല്ലസുധിയുടെ പേരിൽ കൊടുത്തൊരു വീടാത്. ആ വീട്ടിൽ എന്താണ് ചെയ്യേണ്ടത്? ഒരു മ്യൂസിയം പോലെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കൊല്ലസുധിക്ക് കിട്ടിയ ആ ഒരു കാര്യങ്ങളൊക്കെ, ട്രോഫി ആയാലും എന്തെന്നായാലും ഒരു മുട്ടുസൂചി കൊല്ലസുധിക്കാരൻ കൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ അയാൾ ഉപയോഗിച്ച വസ്ത്രങ്ങൾ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സൂക്ഷിച്ച് വെച്ച് അതൊരു ഓർമ്മയായിട്ട് കൊണ്ട് നടക്കുകയാണ് വേണ്ടത്. അതാണ് വേണ്ടത്. അതൊരു ഓർമ്മയുള്ള ഹൗസായിരിക്കുവാണ് വേണ്ടത്. ഇതിവർ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ കൊല്ലസുധിയുടെ ട്രോഫികളും കാര്യങ്ങളൊക്കെ എടുത്ത് ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ ചാക്ക് കെട്ടിയിട്ട് ഇതെല്ലാം കൂടിയിട്ട് അങ്ങ് മൂലക്ക് തള്ളി. എന്തിനാ? ആ വീട് കൊല്ലം സുധിയുടേതാണെന്ന് ഒരിക്കലും ഒരു ഓർമ്മ വരരുത്, ഒരാൾക്ക് ഒരു തിരിച്ചറിവ്, ഒരു കാര്യവും വരരുത്. അതാണ് ഇവർക്ക് കിട്ടിയ ആദ്യത്തെ അടി. ഞാൻ പറഞ്ഞില്ല, അന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം സുധിയുടെ ആത്മാവ് ഇളകിയിരുന്നു. കൊല്ലസുധിയുടെ ആത്മാവ് ഒന്ന് പകരം ചോദിക്കാൻ ഇളകിയിരുന്നു എന്ന് ഞാൻ പറയുള്ളൂ. അത് പലരുടെയും രൂപത്തിലായിപ്പോയി. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കൊണ്ടുവന്ന കാര്യം എന്താ വെച്ചാൽ, ഒന്നാമത്തെ ആ ഒരു ചരമവാർഷികത്തിന്, അതായത് ഒരു എന്താ പറയേണ്ടത്, വൃത്തികെട്ട ഡാൻസ് കളിക്കുന്ന ടീമില്ലേ, മറ്റേ ഇതെല്ലാം കുലുക്കിക്കൊണ്ട് അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രകസനം എന്ന കുരേരിയ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടീമുകളുണ്ട്. അവറ്റകളെ കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രകസനമാണ് ആ ഒന്നാം ചരമവാർഷികത്തിന് നടത്തിയത്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട് കൊല്ലസുധി എന്ന് പറയുന്നയാളുടെ ആത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആ മനുഷ്യൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. നിങ്ങൾ ആലോചിക്കണം. അതായത് ഒരു ഭർത്താവ് മരിച്ചു. അവർക്ക് അതിനു വേണ്ടിയിട്ട് പിന്നീട് അവരുടെ ആ കഷ്ടം കണ്ടിട്ട് ആ നാട്ടുകാരെടുത്തു കൊടുത്ത ഒരു വീട്ടിൽ ഇരുന്നിട്ട് അവർ കാണിക്കുന്ന കോപ്രായങ്ങൾ, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ ഒരു ട്രോഫിയും കാര്യങ്ങളും ഇതെല്ലാം എടുത്ത് ചാക്കിൽ കെട്ടി അന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ശരിക്കും ആത്മാവ് പിടികൂടിയിരുന്നു. എവിടെയെങ്കിലും വെച്ച് നിന്റെ പതനം അത് കാണണം എന്നുള്ള തരത്തിൽ കൊല്ലസുധിയുടെ ആത്മാവ് തന്നെയാണ് അവരുടെ കൂടെയുള്ളത്, വേറെ ആരുമല്ല. അത് ഇന്നലെ ആ ചെറുക്കനെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അവനെ സഹി കേട്ടപ്പോൾ അവൻ പലതും വിളിച്ചു പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊല്ലസുധിയുടെ മകനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുജനും അവർ രണ്ടുപേർക്കും മാത്രം അവകാശപ്പെട്ട വീടാണ്. അവിടെയാണ് എല്ലാവരും കൂടി താമസിച്ച് എൻ്റെ മക്കളെ ആരാ നോക്കുക എന്നുള്ള ഒരിതും പറഞ്ഞ് ആ ചെറുക്കനാണെങ്കിൽ ഇപ്പോഴും വേറെ എവിടെയോ പോയി താമസിച്ച് അങ്ങനെയാണ് നിൽക്കുന്നത്. ഏതായാലും ആ ചെറുക്കൻ കുറേ കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്തു. പിന്നെ മറ്റൊരു കാര്യം, അതായത് രേണുസുധി ഇപ്പോഴുണ്ടാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഹോട്ടലിൽ പോയിട്ടില്ല എന്നാണ്. രേണുസുധി ഹോട്ടലിൽ പോയി എന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. രേണുസുധി 5 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് തിന്നു എന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? ആ ചെറുക്കൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, അച്ഛൻ്റെ മരണവിവരം പറഞ്ഞ് ഞാൻ കാറിൽ പോയപ്പോൾ അവരെല്ലാം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയത് ഒരു ഹോട്ടലിലാണ്. ആ ഹോട്ടലിൽ അപ്പോൾ അവരെനിക്ക് എന്തെങ്കിലും ആഹാരം മേടിച്ചു തന്നു. പക്ഷേ എനിക്കതൊന്നും കഴിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല. അവരൊക്കെ പൊട്ടിച്ചിരിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, അവരൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ആ ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പോയവരൊന്നും സുധീൻ്റെ ആരുമല്ല. ഈ പോയതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുധിക്ക് ബന്ധമുള്ളവരോ അല്ലെങ്കിൽ മറ്റുള്ള ആരുമല്ല. അവിടെ വൈകാരിക ബന്ധം വരേണ്ടത് മകന് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ആര് മരിച്ചാലും അങ്ങനെയാണ്. ഇനിയിപ്പം നമ്മൾ ആര് മരിച്ചു കഴിഞ്ഞാലും സ്വന്തം മക്കൾക്കുള്ള പോലെ വൈകാരികത ബന്ധം വേറെ ആർക്കും ഉണ്ടാവില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ എല്ലാ മക്കളുടെയും അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. സ്വന്തം തന്ത ചത്ത് കിടക്കുമ്പോഴേ ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ ഒരു ഇതും ഇറങ്ങൂല. അല്ലാതെ രേണുവിനെയും കൂട്ടിയിട്ട് അങ്ങോട്ട് പോയി എന്നല്ല പറയുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത്, അതൊരു വലിയ ഗുരുതരമായ കാര്യം തന്നെയാണ്. 1,80,000 രൂപയുടെ ബില്ല് കൊണ്ടുവന്ന് ഈ കിച്ചു എന്ന് പറയുന്നവൻ്റെ കയ്യിൽ കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ആ ബില്ല് മാറാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ അതിന് കൃത്യമായിട്ടുള്ള ബില്ലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ബില്ല് വാങ്ങിക്കാൻ വേണ്ടി പോയി. കാരണം കമ്പനിയിലൊക്കെ കൊടുക്കുമ്പോഴേ നമ്മളൊരു ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ ചായൻ്റെ ബില്ല് കൊണ്ട് കൊടുക്കണം. അല്ലാതെ പരിപ്പ് വാങ്ങിച്ചിട്ട് ചെരുപ്പ് എന്നുള്ള ബില്ല് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ പൈസ തരത്തില്ല. അങ്ങനെ ആ ബില്ല് മാറാൻ വേണ്ടി പോയപ്പോൾ ഇവർക്ക് ഏകദേശം തന്നെ 80,000 രൂപയുടെ ബില്ല് അവർക്ക് കിട്ടിയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇനി ആശുപത്രി ചെലവ് എനിക്ക് തോന്നുന്നത് അവരാരെങ്കിലും കൊടുത്തിട്ടുണ്ടാകും. അത് കഴിഞ്ഞ് അടക്കിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പൈസ ചിലവാകും. ഇതെന്തൊരു ഇതാണ് 1,80,000. ഏതായാലും ആ ഒരു ബില്ലിലും ഒരു വലിയ തട്ടിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലസുധിയുടെ ആ ഒരു എന്താ പറയുക, വീട്ടിൽ താമസിക്കുമ്പോൾ ഈ ചെറുക്കനുണ്ടായ കുറേ അനുഭവങ്ങൾ. എന്തായാലും ആ ചെറുക്കൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ട് നേരാണെന്നൊന്നും ഞാൻ പറയില്ല. കാരണം എന്താ, പരമസത്യാണ്. അവൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ രേണുസുധി മാത്രമാണ് കാരണം എന്ന് ഞാൻ പറയില്ല.
രേണുസുതി മാത്രമല്ല കാരണം. അതിന് ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊല്ലസുതി എന്ന് പറയുന്ന ആള് തന്നെയാണ്. ആ മനുഷ്യനാണ് പലരെയും കല്യാണം കഴിച്ചത്. ആ മനുഷ്യനാണ് ആദ്യം തന്നെ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒളിച്ചോടി എന്ന് പറയുന്നു. അവരെന്തിനാണ് ഒളിച്ചോടിയത് എന്ന് ഇന്നുവരെ ആരും നോക്കിയിട്ടില്ല. കാരണം അതിലെന്ന് പറയുന്നത് ആ സ്ത്രീയെ തന്നെയാണ് എല്ലാവരും കുറ്റം പറയുന്നത്. പക്ഷേ ഒരു പക്ഷേ 3 കല്യാണം കഴിച്ചവനാണ് ഈ കൊല്ലസുതി. അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്. ആ 3ാമത്തെ കല്യാണം കൂടി സമാധാനമല്ല എന്ന് ഈ ചെറുക്കൻ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ കല്യാണത്തിന് ഇയാളുടെ ഇടപെടൽ കൊണ്ടും ഇയാളുടെ സ്വഭാവം കൊണ്ടും ചിലപ്പോൾ അവരെ ജീവനം കൊണ്ട് ഒളിച്ചോടിയതായിരിക്കും. 2ാമത്തെ കല്യാണം വീണ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കഴിച്ചു എന്ന് പറയുന്നുണ്ട്, അവരും ഒഴിവാക്കിയിട്ടുണ്ട്. 3ാമത്തെ കല്യാണം രേണുസുതിയെ കഴിച്ചപ്പോഴും അവരെ അപ്പോഴും സന്തോഷത്തിലല്ല, അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊല്ലസുതി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ കയ്യിലാണ് കൂടുതൽ തെറ്റുകള്, അല്ലാതെ അയാളെ വിശ്വസിച്ച് വന്ന സ്ത്രീകളുടെ കയ്യിൽ മാത്രമാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പിന്നെ വേറൊരു കാര്യം, കൊല്ലസുതിക്ക് അത്രത്തോളം മകനോട് അത്രത്തോളം സ്നേഹവും കാര്യവും ഉണ്ടെങ്കിൽ വീണ എന്ന് പറയുന്ന സ്ത്രീയെ കല്യാണം കഴിക്കുമ്പോൾ തന്നെ ചോദിക്കുമായിരുന്നു, മോനെ നമുക്കിത് വേണോ, അല്ലെങ്കിൽ എൻ്റെ മോനെ കൂടി കൂട്ടാൻ കഴിയുമോ എന്ന് ചോദിക്കുമായിരുന്നു. പക്ഷേ കൊല്ലസുതി സ്വന്തം സുഖം നോക്കിയിട്ട് വീണയുടെ വീട്ടിലേക്കാണ് പോയത്. അവരുടെ 2 മക്കളുടെ പേരാണ് ബൈക്കിന് പോലെ ഇട്ടത്. ആ ചെറുക്കൻ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാകും. അതായത് സ്വന്തം മകനെ അവിടെ വെച്ചിട്ടാണ് വേറെ 2 മക്കൾക്ക്, വേറെ ആർക്കൊണ്ടായ 2 മക്കൾക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം എല്ലാം ചെയ്തു കൊടുക്കുന്നത് കാണുമ്പോൾ ഒരു മകൻ എന്ന നിലയിൽ, ആ മകനാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ആരുമില്ല, ആ മകനാണെങ്കിൽ കേൾക്കുന്നത് മുഴുവൻ ഒളിച്ചോടിപ്പോയ ആളുടെ മകൻ എന്നാണ്. അങ്ങനെ കേട്ട് ആ ഒരു മാനസികാവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ ചെറുക്കൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാകും. അതിനൊക്കെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലസുതി തന്നെയാണ്. അല്ലാതെ എല്ലാ കാര്യവും എന്ന് പറഞ്ഞാൽ രേണു മാത്രമല്ല. കാരണം വീണയെ കല്യാണം കഴിക്കുമ്പോൾ ചോദിക്കണമായിരുന്നു, എൻ്റെ മകനെ കൂട്ടിക്കോട്ടെ, എൻ്റെ മകനെ നീ എങ്ങനെയാണ് നോക്കാൻ പോകുന്നത്, എൻ്റെ മകന് നീ പിന്നെ ഒരു അമ്മയായി ഇരിക്കാൻ കഴിയുമോ എന്ന് മാന്യം മര്യാദ ചോദിക്കാലോ. അത് ചോദിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെ കൊല്ലസുതി അവിടെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാജിതനായിരുന്നു. അദ്ദേഹം നല്ലതാണെങ്കിൽ അദ്ദേഹം 3 കല്യാണം കഴിക്കേണ്ടി വരില്ല. അതുപോലെ തന്നെ അദ്ദേഹം നല്ലതാണെങ്കിൽ അദ്ദേഹം 3ാമത് കല്യാണം കഴിക്കേണ്ട, 2ാമതിലെങ്ങും നിർത്തിയിരിക്കും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ പരാജയ ദുരന്തങ്ങൾ തന്നെയായിരുന്നു. ജീവിതത്തെ ഒരു കുട്ടികളെയും മാത്രം കണ്ട ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടത്, അദ്ദേഹത്തിന്റെ സുഖത്തിന് വേണ്ടി മാത്രം അദ്ദേഹം കല്യാണങ്ങൾ കഴിക്കുന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജീവിതത്തിൽ സന്തോഷിക്കുന്നു. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജോലി, പിന്നെ മദ്യപാനം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് കടങ്ങൾ വാങ്ങിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഈ കലാകാരന്മാർക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇവിടെ ഉണ്ടാകും. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും കലാകാരന്മാർക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കൊല്ലസുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലത്തുനിന്നും കടം വാങ്ങിച്ചിട്ട് നല്ല രീതിയിൽ സൂഹിക്കുന്നുണ്ട്. അതൊക്കെ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ. അപ്പോൾ അങ്ങനെയെല്ലാം നടന്ന കൊല്ലസുതി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇവർക്ക് സഹായവുമായി ഒരുപാട് ആൾക്കാർ വരികയും പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരുപാട് സഹായങ്ങൾ കിട്ടുകയും ചെയ്തു. അതിലൊരു വലിയ സഹായം ചെയ്ത ഒരു വ്യക്തി തന്നെയായിരുന്നു ലക്ഷ്മി നക്ഷത്ര. പക്ഷേ ലക്ഷ്മി നക്ഷത്രയുടെ വീഡിയോ റീച്ചിങ്ങും പിന്നെ എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടാൻ പോകുന്ന വലിയ തുകകളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മുടെ രേണുസുതിയുടെ കണ്ണ് നിറഞ്ഞു. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഭർത്താവിനെയും എന്നെയും വെച്ചിട്ടാണ് ഇത്രയും പൈസ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് അത് മുളയിലെ നുള്ളിക്കളയണമെന്ന് അവരെ ആരെയോ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും പിന്നീട് രേണുസുതി തന്നെ കളത്തിലിറങ്ങുന്ന ഒരു കാഴ്ച, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ പലതരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടെന്ന് പറഞ്ഞാൽ എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട്, എന്തിനായിരുന്നു ഇങ്ങനെ വെല്ലുവിളി? അതായത് അവർക്ക് വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ തൻ്റെ എന്തു വേണമെങ്കിലും ശരീരമോ അല്ലെങ്കിൽ എന്തു വേണമെങ്കിലും പ്രദർശിപ്പിക്കാം, അതുപോലെ ഏത് ഉദ്ഘാടനത്തിനും വേണമെങ്കിലും പോകാം. അല്ലാതെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരുപാട് പേര് സഹായിക്കുന്ന അല്ലെങ്കിൽ പിന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് കൊല്ലസുതി എന്ന് വിചാരിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്നിട്ട് ഭയങ്കരമായി വെല്ലുവിളിക്കുമ്പോഴേ ഒരുപാട് പേർക്ക് അത് ഉള്ളും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ രേണുസുതി എന്ന് പറയുന്ന ഒരു വ്യക്തി ജനങ്ങളെ മുഴുവൻ വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. അവർ പറയുന്നത് എന്താ വെച്ചാൽ ഞാനൊരു വിധവയാണ് എന്നുള്ളൊരു വിധവാ കാർഡും കൊണ്ട് അവരെല്ലാവരെയും വെല്ലുവിളിച്ച് വളരെ മോശമായിട്ട് തന്നെയല്ലേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലേ, എന്തൊക്കെയാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ കുടുംബം തകർത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യമാണ് എന്ന് അത് എല്ലാവർക്കും അറിയാം. കൊല്ലസുതി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നല്ലോണം മദ്യപിക്കും, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് കടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേ മദ്യത്തെ തന്നെ പിന്നീട് പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്ക് വരെ കൊല്ലസുതിയുടെ ഭാര്യ എത്തിയപ്പോഴേ ജനങ്ങൾ വിമർശിക്കും. ജനങ്ങളെ അങ്ങനെ അത്രത്തോളം ഭയങ്കരമായിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? രേണുസുതിക്ക് പറയാലോ ബാർ ഉദ്ഘാടനത്തിന് ഞാൻ വരത്തില്ല എന്ന് നല്ല രീതിയിൽ പറഞ്ഞൂടെ, ആ പൈസ എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും വേണ്ട എന്ന് പറഞ്ഞൂടെ. പക്ഷെ അവിടെയാണ് മാറ്റങ്ങൾ. കാരണം എന്താ വെച്ചാൽ ബാറായാലും വേണ്ടിയില്ല, എന്തെന്നായാലും വേണ്ടിയില്ല, രേണുസുതിക്ക് വേണ്ടത് പൈസ തന്നെയാണ്. ഏതായാലും ആ പൈസ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ വിഹിതം ആ ചെറുക്കനും കൂടി കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അവന് കൃത്യമായിട്ട് പൈസ കൊടുക്കാറുണ്ട്. അവന് പൈസ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവൻ ഇതുപോലെ നോ പറയാതിരിക്കാനോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ പറയാതിരിക്കാനോ
സാധനമാണ്. ഇപ്പോഴവന് പൈസ കിട്ടാത്തതുകൊണ്ടാണോ എന്നറിയില്ല, അവൻ എല്ലാം കൂടി വന്നിട്ട് അങ്ങ് വിളമ്പി അങ്ങ് ഭാര്യ അങ്ങ് വലിച്ചിട്ടോ. ഉള്ള കാര്യം ഞാൻ പറയാം, ഇതിൻ്റെയൊക്കെ പിന്നിലേ കൊല്ലസുധിയുടെ ആത്മാവാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം, ഇനിയും ആത്മാവ് വരും. ആത്മാവ് വരുമ്പോൾ ഞാനും കൂടി വരും. ഇത് പറഞ്ഞ് ഇവിടെ നിർത്തുന്നു. ബൈ ബൈ, അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടാ. ബൈ ബൈ.